ഹരേ കൃഷ്ണ. ന വൈരാണ്യഭിജാനന്തി ഗുണാൻ പശ്യന്തി ന ഗുണാൻ വിരോധം നാധിഗച്ഛന്തി യേത ഉത്തമപുരുഷാ സ്മരന്തി സുകൃതാന്യേവ ന വൈരാണി കൃതാന്യപി സന്തഃ പരാർത്ഥം കുർവാണ ന വേക്ഷന്തേ പ്രതിക്രിയാ. ഉത്തമരായവർ വൈരം വെച്ചിരിക്കുകയില്ല. മറ്റുള്ളവരിലുള്ള ഗുണങ്ങളെ അവർ കാണുകയുള്ളൂ, ദോഷങ്ങൾ കാണുകയില്ല. വൈരം ചെയ്താലും സുകൃതത്തെ മാത്രമേ ഓർമ്മിക്കൂ. നിസ്വാർത്ഥരായ സജ്ജനങ്ങൾക്ക് ഒരിക്കലും പ്രതികാരബുദ്ധി ഉണ്ടാവുകയില്ല. വ്യാസദേവന്റെ നിർദ്ദേശാനുസരണം പൃഥയും പാർത്ഥരും ദ്രുപദ രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. വനങ്ങളും ഗ്രാമങ്ങളും കടന്ന് അവർ ഗംഗാതീരത്തെത്തി. അവർ അവിടെ വിശ്രമിക്കുന്നതിനു പകരമായി വേഗത്തിൽ പാഞ്ചാല രാജ്യത്തെ ലക്ഷ്യമാക്കി നടന്നു. രാത്രി അർജുനൻ തീക്കൊള്ളി വീശി വെളിച്ചം കാണിച്ചുകൊണ്ട് നടന്നു. പിന്നിൽ കുന്തിദേവിയെ തോളിലേറ്റിക്കൊണ്ട് ഭീമനു പിന്നിലായി മറ്റു പാണ്ഡവരും. ഒറ്റപ്പെട്ടതും രമ്യവുമായ ഗംഗാതീരം കൂടി പോകുമ്പോൾ ഗംഗാജലത്തിൽ അഹങ്കാരിയായൊരു ഗന്ധർവ രാജാവ് അനേകം സ്ത്രീകളോട് കൂടെ ചേർന്നു ജലക്രീഡ ചെയ്യുകയായിരുന്നു. യാത്രക്കാരുടെ ശബ്ദം കേട്ട് ഗന്ധർവൻ അസ്വസ്ഥനായി. അദ്ദേഹം പാണ്ഡവരുടെ നേരെ ഇങ്ങനെ കോപിച്ചുകൊണ്ട് ആക്രോശിച്ചു. രാത്രിയുടെ ആരംഭത്തിൽ സന്ധ്യ രക്തമാകുന്ന സമയത്ത് യാത്ര ചെയ്യുവാൻ പാടില്ലെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആ 80 ലവകാലം അശുഭകാലമാണ്. അത് യക്ഷരക്ഷോ ഗന്ധർവന്മാരുടെ കാലമാണ്. ഈ സമയത്തു വരുന്ന മൂഢരായ മർത്യരെ നിങ്ങളെ ഞങ്ങൾ വിടുകയില്ല. രാജാക്കന്മാരാണെങ്കിൽ പോലും നിങ്ങൾ തെറ്റുകാരാണ്. ഇങ്ങനെ ഒരു വർത്തമാനം ഭഗീരഥിയിലുള്ളത് നിങ്ങൾ അറിയാതിരിക്കാൻ കാരണമെന്ത്? ഞാൻ ആരെന്നു നിനച്ചു നിങ്ങൾ? ഞാൻ പ്രസിദ്ധനായ കുബേരന്റെ സഖാവാണ്. എൻ്റെ നാമം അങ്കാരപർണൻ എന്നാണ്. അതിനാൽ ഈ കാടിന്റെ പേര് അങ്കാരപർണം എന്നാണ്. രാക്ഷസരോ കപാലികളോ ദേവന്മാരോ മനുഷ്യരോ ഇവിടെ ഈ അസമയത്ത് വരാറില്ല. നിങ്ങൾ വരുവാൻ കാരണമെന്ത്? ഇതു കേട്ട് അർജുനൻ ഇപ്രകാരം പറഞ്ഞു. സമുദ്രം, ഹിമവൽ പാർശ്വം, ഗംഗാനദി ഇവയിലൊക്കെ പ്രവേശിക്കാൻ കാലം നോക്കണമെന്ന് ഇതാരുടെ വ്യവസ്ഥയാണ്? അഹങ്കാരിയായ നിന്നോട് എതിരിടാൻ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഹിമാദ്രിയുടെ ഹേമശൃംഗത്തിൽ നിന്നുദ്ഭവിച്ച ഗംഗ സമുദ്രത്തിലേക്ക് അടുക്കുമ്പോൾ 7 ശാഖകളായി പിരിയുന്നു. ഗംഗ തന്നെയല്ല, യമുന, സരസ്വതി, സരയു, ഗോമതി, ഗണ്ഡകി, പ്ലക്ഷജാത എന്നീ 7 നദികളിലെയും ജലം പാനം ചെയ്യുന്നവർക്ക് പാപം നിലനിൽക്കില്ല. ഈ ഗംഗ തന്നെയാണ് ശുചിയായി ആകാശഗാമിനിയായിട്ടുള്ളത്. ഹേ ഗന്ധർവ, നീ കേൾക്കുക. ഈ ഗംഗ തന്നെയാണ് സാക്ഷാൽ അളകനന്ദ. പാപികൾക്കു കടക്കാനാകാത്ത വൈതരണിയാകുന്നതും ഈ ഗംഗ തന്നെ എന്ന് സാക്ഷാൽ കൃഷ്ണദ്വൈപായനൻ തന്നെ പറയുന്നു. അതിനാൽ സ്വർഗം നൽകുന്ന ഗംഗ ഒരാളുടെയും സ്വകാര്യ സ്വത്തല്ല. ഈ വാക്കുകൾ കേട്ട് ഞങ്ങൾ ഗംഗയെ സ്പർശിക്കാതിരിക്കുമോ? ഇതു കേട്ട് ഗന്ധർവൻ അതീവ കോപത്താൽ വില്ലെടുത്തു കുലച്ചു. തീക്ഷ്ണങ്ങളായ ബാണങ്ങളെയ്തു. എന്നാൽ അർജുനൻ ഒട്ടും മയമില്ലാതെ യുദ്ധത്തിനു തയ്യാറായി. അസ്ത്രമെടുത്ത് എയ്യാൻ തുടങ്ങും മുമ്പ് ഇങ്ങനെ പറഞ്ഞു. ഇത് ആഗ്നേയാസ്ത്രം. ഇത് ബൃഹസ്പതി ഭരദ്വാജനു നൽകി. ഭരദ്വാജൻ അഗ്നിവേശനു നൽകി. അദ്ദേഹം തൻ്റെ ശിഷ്യനും ബ്രാഹ്മണ ശ്രേഷ്ഠനും എൻ്റെ ഗുരുവുമായ ദ്രോണനു നൽകി. അദ്ദേഹം അതെനിക്കു നൽകി. ഇത് ഞാൻ നിന്നിൽ പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞ് അങ്കാരപർണനു നേരെ ക്രോധരൂപേണ അസ്ത്രമയച്ചു. ആഗ്നേയാസ്ത്രം ഗന്ധർവന്റെ തേരിനെ ഭസ്മമാക്കി. തേരിൽ നിന്നും താഴെ വീണ മഹാബലവാനായ ഗന്ധർവനെ അസ്ത്രശക്തിയാൽ മോഹിപ്പിച്ച് തല കീഴോട്ടായി വീഴുമ്പോൾ പൂവ് ചൂടിയ അവന്റെ തലമുടിയിൽ അർജുനൻ ചുറ്റിയെടുത്ത് സഹോദരങ്ങൾക്ക് മുന്നിലേക്ക് വലിച്ചിഴച്ചു. ഇതു കണ്ട് ഉടനെ നിലവിളിച്ച് അവന്റെ ഭാര്യയായ കുംഭീനസി എന്ന ഗന്ധർവ യുവതി യുധിഷ്ഠിരനെ ശരണം പ്രാപിച്ചു. പതിയുടെ പ്രാണൻ രക്ഷിക്കണമെന്ന് അവൾ അപേക്ഷിച്ചു. യുധിഷ്ഠിരന്റെ സമ്മതത്താൽ
അർജുനൻ ഗന്ധർവ രാജാവിനെ ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രനാക്കി. താൻ ആരോടാണ് ഏറ്റുമുട്ടിയത് എന്ന് മനസ്സിലാക്കിയ അങ്കാരപർണൻ അർജുനനു മുൻപിൽ അടിയറവ് പറഞ്ഞു. അദ്ദേഹം തുടർന്നു, പോരിൽ ഞാൻ തോറ്റുപോയി. അതിനാൽ അങ്കാരപർണൻ എന്ന നാമധേയം ഞാൻ ഇതാ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. എന്നാലും ഞാൻ സന്തോഷവാനാണ്. കാരണം ദിവ്യാസ്ത്രം പൂണ്ട പാർത്ഥനെ ഗന്ധർവ മായയോട് കൂട്ടിച്ചേർക്കുവാനുള്ള ഭാഗ്യം എനിക്ക് സമാഗതമായി. അർജുനന്റെ അസ്ത്രാഗ്നിയാൽ എൻ്റെ ചിത്രരഥം ദഹിച്ചുപോയി. ഞാനിപ്പോൾ ദഗ്ധരഥനായി. എനിക്ക് പണ്ട് തപസ്സുകൊണ്ട് ലഭിച്ച ഒരു മന്ത്രവിദ്യയുണ്ട്. അത് എനിക്ക് പ്രാണദാനം ചെയ്ത അങ്ങേക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ മന്ത്രവിദ്യയാണ് ചാക്ഷുഷി വിദ്യ. ഇത് മനു സോമന് നൽകിയതാണ്. സോമൻ വിശ്വവസുവിനും വിശ്വാവസു അത് എനിക്കും നൽകി. ഇതിൻ്റെ ആഗമവും വീര്യവും ഞാൻ പറയാം, കേട്ടാലും. ചക്ഷുസുകൊണ്ട് ത്രിലോകത്തിൽ എന്തു കാണുവാൻ വിചാരിക്കുന്നുവോ അത് ഇച്ഛിക്കുന്ന വിധം കാണുവാൻ സാധിക്കും. ഈ വിദ്യ അധീനമായതുകൊണ്ടാണ് ഞങ്ങൾ മനുഷ്യരെക്കാൾ ശ്രേഷ്ഠമായത്. വിദ്യയ്ക്കായി അങ്ങ് വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഞാൻ അങ്ങേക്കും സഹോദരന്മാർക്കും ഗന്ധർവ രാജ്യത്തിലെ 100 അശ്വങ്ങളെ ഓരോരുത്തർക്കുമായി നൽകാം. ആ ദേവഗന്ധർവ വാഹനങ്ങൾക്ക് ഒരിക്കലും ക്ഷീണമുണ്ടാവുകയില്ല. ദിവ്യഗജങ്ങളിൽ എത്ര ഭാരം വേണമെങ്കിലും ഉപയോഗിക്കാം. പണ്ട് വൃത്രന്റെ വധത്തിനായി ദധീചി മഹർഷിയുടെ അസ്ഥികൾ ഉപയോഗിച്ച് വജ്രായുധം ഇന്ദ്രനു വേണ്ടി നിർമ്മിച്ചുവല്ലോ. അത് വൃത്രന്റെ ശിരസിലടിച്ചപ്പോൾ വജ്രായുധം 100 തകർന്നു. ദേവന്മാർ ആ തകർന്ന വജ്രഭാഗങ്ങളെ പൂജിച്ചു. ലോകത്തിൽ പേരുകേട്ടവരെല്ലാം വജ്രാംശമാണ്. വിപ്രന്മാർ വജ്രപാണികളാണ്. ക്ഷത്രം വജ്രരഥമാണ്. വൈശ്യന്മാർ ദാനവജ്രരാണ്. ശൂദ്രർ കർമ്മവജ്രരുമാണ്. ക്ഷത്രവജ്രത്തിന്റെ ഭാഗം അവധ്യമായ അശ്വമാണ്. രഥാംഗമാകുന്ന ഉത്തമ അശ്വങ്ങളെ പെൺകുതിര പ്രസവിക്കുന്നു. കാമ്യകർമ്മം, കാമവേഗം, കാമം പോലെ വന്നുചേരൽ എന്നീ ഗുണങ്ങൾ അടങ്ങിയതാണ് ഗന്ധർവാശ്വങ്ങൾ. അവയെല്ലാം ഗന്ധർവൻ അർജുനനു സമ്മാനമായി നൽകി. തുടർന്ന് ചാക്ഷുഷി വിദ്യ അർജുനനും. സന്തോഷത്തോടെ അർജുനൻ ആഗ്നേയാസ്ത്രം ചിത്രരഥനും ഉപദേശിച്ചു നൽകി. തുടർന്ന് ഗന്ധർവൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ പാണ്ഡുപുത്രരെ, നിങ്ങളുടെയും നിങ്ങളുടെ പൂർവികരുടെയും മഹത്വം സർവവിദിതമാണ്. നിങ്ങൾ വീര്യവും ശൗര്യവുമുള്ള പരാക്രമികൾ തന്നെ. എന്നാൽ രാത്രി സമയത്ത് ഞങ്ങൾക്ക് ശക്തി കൂടും. എങ്കിലും അർജുനന് എന്നെ ജയിക്കുവാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യ ശക്തിയാലാണ്. ബ്രഹ്മചര്യാപരമായ ധർമ്മം നിന്നിലുണ്ട്. അതിനാലാണ് നീ എന്നെ ജയിച്ചത്. ബ്രഹ്മചര്യം അത്യുത്കൃഷ്ടമായ ജീവിതധർമ്മമാണ്. സാധാരണ ഒരു ക്ഷത്രിയന് എന്നെ രാത്രിയുദ്ധത്തിൽ ജയിക്കുവാൻ സാധ്യമല്ല. ഒരു ക്ഷത്രിയൻ ഗൃഹസ്ഥനായിരുന്നാലും യോഗ്യനായൊരു പുരോഹിതനെ പൂജിച്ചു മുമ്പിൽ നടത്തിക്കൊണ്ടുപോയാൽ രാത്രിഞ്ചരന്മാരെ മുഴുവൻ ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് താപത്യ, ഉടനെ ഒരു പുരോഹിതനെ സമീപിക്കുക. 6 അംഗമുള്ള വേദം അറിയുന്നവരും ശുദ്ധരും സത്യവാദികളും ധർമാത്മാക്കളും കൃതാത്മാക്കളുമാകണം രാജപുരോഹിതർ. ഐശ്വര്യവും ആഭിജാത്യവും മാത്രം പോരാ രാജാവിന്, കൂടെ ഒരു വിപ്രനും ഉണ്ടായിരിക്കണം. അതിനാൽ ഹേ അർജുന കുലവംശവർദ്ധന, ഈ പരമാർത്ഥം മനസ്സിലാക്കിയാൽ ഈ മണ്ണു മുഴുവൻ നന്മയിൽ ചിരകാലം സംരക്ഷിച്ചു വാഴാമെന്ന് ധരിച്ചുകൊള്ളുക. പെട്ടെന്ന് അർജുനൻ ചോദിച്ചു, ഹേ ഗന്ധർവശ്രേഷ്ഠ, അങ്ങ് സംഭാഷണത്തിനിടയിൽ എന്നെ താപത്യ എന്ന് വിളിക്കുകയുണ്ടായല്ലോ. ആ പദത്തിന്റെ അർത്ഥം എന്താണ്? ആരാണു തപതി? ഞങ്ങൾ കൗന്ദേയരല്ലേ. ഞങ്ങൾ എങ്ങനെ താപത്യരായി? ഹേ സാധോ, അങ്ങ് അതൊന്ന് സവിസ്തരം പറഞ്ഞു തരാമോ? കാൽനടയായി ചുറ്റുമാ നൃപൻ കണ്ടാൻ അഴകെഴും ലോലമിഴിയായൊരു കന്യയെ, ഒറ്റയ്ക്കു താൻ ശത്രുഹരൻ ഒറ്റയ്ക്കായി കണ്ട കന്യയെ ലാക്കിൽ കണ്ണു പറിക്കാതെ നോക്കി നിന്നാൻ നൃപർഷഭൻ. ഭൂമിയുടെ ഊർജസ്രോതസ്സിന്റെ മകൾ, വിവസ്വാന്റെ മകൾ തപതിയുടെ കഥ.
മഹാഭാരതത്തിൽ, കൂടെ സംവരണൻ്റെയും. ഓം നമോ ഭഗവതേ വാസുദേവായ.